എല്ലാവർക്കും ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ഓണം ആശംസിക്കുന്നു. ഓണവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്കിന്നൊന്ന് ചിന്തിച്ചു നോക്കിയാലോ. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓണം. പൂക്കളം, ഓണസദ്യ, പുതുവസ്ത്രം, കുടുംബസംഗമം, സൗഹൃദം, കളികൾ, വിളവെടുപ്പ്, സമൃദ്ധി തുടങ്ങിയവയിലൂടെ ഓണം മലയാളിയുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി മാറിയിരിക്കുന്നു. മഹാബലിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യവും ഓണത്തിൻ്റെ ചരിത്ര മതപരമായ പശ്ചാത്തലത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ ഒരു ക്രിസ്ത്യാനി ഓണത്തെ എങ്ങനെ സമീപിക്കണമെന്നത് കേവലം സാംസ്കാരികമായ ഒരു ചോദ്യമല്ല, വിശ്വാസത്തെയും സംസ്കാരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ ചിന്താവിഷയം കൂടെ തന്നെയാണ്. ക്രിസ്തീയ വിശ്വാസം സംസ്കാരത്തെ പൂർണ്ണമായി നിരസിക്കുന്നില്ല. അതുപോലെ സംസ്കാരത്തിലുള്ള എല്ലാറ്റിനെയും വിവേചനമില്ലാതെ സ്വീകരിക്കുന്നുമില്ല. മറിച്ച് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ സംസ്കാരത്തെ പരിശോധിക്കുകയും അതിലുള്ള നന്മകളെ തിരിച്ചറിയുകയും ദൈവഹിതത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുകയാണ് ക്രിസ്തീയ വിവേകം. എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിനെന്ന പൗലോസിന്റെ ഉപദേശം ഈ സമീപനത്തിന് നല്ലൊരു അടിസ്ഥാനമാണ്. 1 തെസ്സലോനിക്ക് 5:21. ഈ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട നന്ദി, പങ്കുവെക്കൽ, കുടുംബസ്നേഹം, കൂട്ടായ്മ, കരുതൽ തുടങ്ങിയ മൂല്യങ്ങൾക്ക് ക്രിസ്തീയ ജീവിതവുമായി ആഴത്തിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിയും. ഓണത്തിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്ന് വിളവെടുപ്പും സമൃദ്ധിയുമാണ്. മനുഷ്യന്റെ അധ്വാനം വിളവിന്റെ ഭാഗമാണെങ്കിലും വളർച്ച നൽകുന്നത് മനുഷ്യനല്ല. വിതയ്ക്കാനും നനയ്ക്കാനും മനുഷ്യന് കഴിയുമ്പോൾ വളർച്ച നൽകുന്നത് ദൈവമാണ്. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമോ വളരുമാറാക്കിയെന്ന് പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 3:6. ഈ സത്യം ഓണത്തിന്റെ ആത്മീയ അർത്ഥത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും സമ്പത്തും കഴിവുകളും മനുഷ്യന്റെ മാത്രം പരിശ്രമത്തിന്റെ ഫലമല്ല, ദൈവത്തിന്റെ കൃപയും അതിൻ്റെ പിന്നിലുണ്ട്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഉയരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന യാക്കോബ് 1:17 വചനം ഈ കൃതജ്ഞതയുടെ ആത്മീയതയെ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് ഓണം നന്ദിയുടെ ഒരു അവസരമായി മാറാം. ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ സ്വന്തമായ കഴിവിൻ്റെ ഫലമായി മാത്രം കാണാതെ ദൈവത്തിൻ്റെ ദാനമായി തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ കൃതജ്ഞത ജനിക്കുന്നത്. ജീവൻ, കുടുംബം, ആരോഗ്യം, തൊഴിൽ, ആഹാരം, വീട്, സൗഹൃദം, സഭ, അവസരങ്ങൾ ഇവയെല്ലാം ദൈവകൃപയുടെ അടയാളങ്ങളാണ്. അതിനാൽ ഓണത്തിൻ്റെ ആത്മീയ ചോദ്യം എനിക്ക് എത്രയുണ്ട് എന്നതല്ല, എനിക്ക് ലഭിച്ചതിനായി ഞാൻ ദൈവത്തോട് എത്ര നന്ദിയുള്ളവനാണ് എന്നതാണ്. സമൃദ്ധിയുടെ അർത്ഥവും ക്രിസ്തീയ വിശ്വാസത്തിൽ വ്യത്യാസമാണ്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ സമൃദ്ധി എന്നത് സ്വന്തമാക്കുന്നതിൻ്റെ അളവിലാണ് നിർവചിക്കപ്പെടുന്നത്. എന്നാൽ ക്രിസ്തീയത സമൃദ്ധിയെ പങ്കുവെക്കലുമായി ബന്ധിപ്പിക്കുന്നു. ആദിമസഭയിലെ വിശ്വാസികൾ തങ്ങളുടെ വസ്തുവകകൾ പങ്കുവെച്ച് ആവശ്യക്കാരെ സഹായിച്ചതായി അപ്പോസ്തല പ്രവൃത്തികൾ 2:44-45 വാക്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാൽ ഓണസദ്യയുടെ മേശയിൽ വിഭവങ്ങളുടെ സമൃദ്ധി മാത്രമല്ല, പങ്കുവെക്കലിൻ്റെ മനസ്സുമുണ്ടായിരിക്കണം. നമ്മുടെ ആഘോഷത്തിൽ ദരിദ്രനും ഏകാന്തനും രോഗിയും വയോധികനും അവഗണിക്കപ്പെട്ടവനും ഇടം നേടുമ്പോഴാണ് ആഘോഷം യഥാർത്ഥ മനുഷ്യസ്നേഹത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നത്. ഇവിടെ ഓണം ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഒരു പ്രായോഗിക അവസരമായി മാറുന്നു. വിശപ്പുള്ള ഒരാൾക്ക് ഭക്ഷണം നൽകുക, ഏകാന്തനായ ഒരാളുടെ അടുത്തിരിക്കുക, രോഗിയെ സന്ദർശിക്കുക, വയോധികനെ ആശ്വസിപ്പിക്കുക, ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കുക, ഇവയെല്ലാം ഒരു ആഘോഷത്തെ സേവനമാക്കി മാറ്റുന്ന പ്രവൃത്തികളാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല, അത് മനുഷ്യരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന സേവനമായിരുന്നു. അതുകൊണ്ട് ഓണം ആഘോഷിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനയെ മറന്നുകൊണ്ടുള്ള സന്തോഷം ക്രിസ്തീയ സന്തോഷമല്ല, മറ്റുള്ളവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ടുള്ള സന്തോഷമാണ് ക്രിസ്തീയ ആഘോഷത്തിൻ്റെ ആഴം. ഓണം കുടുംബസംഗമത്തിൻ്റെ ആഘോഷം കൂടെയാണ്. ദൂരെയായിരുന്നവർ വീടുകളിലേക്ക് മടങ്ങി വരുന്നു, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ബന്ധങ്ങൾ പുതുക്കപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലും കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സഭ ഒരു കെട്ടിടമല്ല,
പരസ്പരം സ്നേഹിക്കുകയും ഭാരങ്ങൾ വഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളുടെ കുടുംബമാണ്. അതിനാൽ ഓണം കുടുംബ ബന്ധങ്ങളുടെ പുനരുജ്ജീവനത്തിനും ക്ഷമയ്ക്കും അനുരഞ്ജനത്തിനും അവസരമാകണം. ഒരേ മേശയിൽ ഇരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വിദ്വേഷവും വിരോധവും നിലനിൽക്കുന്നുവെങ്കിൽ ആഘോഷത്തിൻ്റെ ബാഹ്യഭംഗിക്ക് ആത്മീയ പൂർണ്ണത ലഭിക്കുകയില്ല. അതുകൊണ്ട് ഓണം നമ്മെ ചോദ്യം ചെയ്യണം. നമ്മുടെ കുടുംബങ്ങളിൽ യഥാർത്ഥ സ്നേഹമുണ്ടോ? നമ്മുടെ സഭയിൽ യഥാർത്ഥ കൂട്ടായ്മയുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ പരസ്പര കരുതലുണ്ടോ? മഹാബലിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യ കഥയിലും സാമൂഹിക നീതി, ജനക്ഷേമം, സമൃദ്ധി, നല്ല ഭരണകൂടം തുടങ്ങിയ ആശയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ക്രിസ്ത്യാനികൾ ഈ പാരമ്പര്യത്തെ ബൈബിളിലെ ചരിത്രമായി കാണേണ്ടതില്ല. അതിൻ്റെ മതപരമായ അർത്ഥത്തെ അതിൻ്റെ സ്വന്തം പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കണം. എന്നാൽ അതിൽ ഉയരുന്ന സാമൂഹികവും നൈതികവുമായ ചോദ്യങ്ങളെ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ചിന്തിക്കാം. അധികാരം എന്തിനു വേണ്ടിയാണ്? ഒരു നല്ല ഭരണാധികാരി എങ്ങനെയായിരിക്കണം? സമൂഹത്തിലെ ദുർബലരെ എങ്ങനെ സംരക്ഷിക്കണം? നീതിയും സമത്വവും എങ്ങനെ സ്ഥാപിക്കാം? യേശുക്രിസ്തു അധികാരത്തെ ആധിപത്യമായി കാണാതെ സേവനമായി അവതരിപ്പിച്ചു. നിങ്ങളിൽ വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം എന്ന് യേശു പഠിപ്പിച്ചു. മത്തായി 23:11. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം സിംഹാസനത്തിലല്ല, ക്രൂശിലാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് ഓണം സമൃദ്ധിയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ത്യാഗത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഓണം പങ്കുവെക്കലിനെ ഓർമ്മിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ സ്വയം നൽകലിലേക്ക് വിളിക്കുന്നു. ഓണം കുടുംബ സംഗമത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ ക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ വലിയ കുടുംബമായ മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കാൻ ക്ഷണിക്കുന്നു. വിളവെടുപ്പിന് മറ്റൊരു ആത്മീയ അർത്ഥവും ബൈബിൾ നൽകുന്നു. യേശു പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. മത്തായി 9:37. കൃഷിയുടെ വിളവ് പോലെ തന്നെ മനുഷ്യ ജീവിതത്തിനും ഒരു ആത്മീയ വിളവുണ്ട്. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ ആത്മാവിൻ്റെ ഫലമായി സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയെക്കുറിച്ച് പറയുന്നു. അതിനാൽ ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ വിളവെടുപ്പ് സമ്പത്ത്, വിജയം, പ്രശസ്തി എന്നിവയിൽ മാത്രം അളക്കപ്പെടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എത്ര സ്നേഹം വളർന്നു, എത്ര ക്ഷമയുണ്ടായി, എത്ര കരുണ പ്രകടമായി, എത്ര നന്മ ചെയ്യാൻ കഴിഞ്ഞു, എത്രത്തോളം ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് യഥാർത്ഥ ആത്മീയ വിളവ്. ഓണത്തിൻ്റെ പുറംഭംഗിയും ആത്മീയ ജീവിതത്തിൻ്റെ ഉള്ളറയും തമ്മിൽ ഒരു മനോഹരമായ ബന്ധം കണ്ടെത്താം. പൂക്കള മനോഹരമാക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ മനോഹരമാണോ? ഓണസദ്യ സമൃദ്ധമാകുന്നത് പോലെ നമ്മുടെ ജീവിതം നന്മകളാൽ സമൃദ്ധമാണോ? കുടുംബം ഒരുമിച്ച് കൂടുന്നത് പോലെ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ശക്തമാണോ? പുതുവസ്ത്രം ധരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനെ ധരിച്ചിട്ടുണ്ടോ? എഫേസ്യർ 4:22-24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെ പഴയ മനുഷ്യനെ നീക്കി പുതിയ മനുഷ്യനെ ധരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ഓണം പുറത്തുള്ള മാറ്റങ്ങളുടെ മാത്രം ആഘോഷമല്ല, ഉള്ളിലെ പുതുക്കലിൻ്റെ ഒരു അവസരവുമാകാം. ക്രിസ്ത്യാനിയുടെ ഓണാഘോഷം മറ്റുള്ളവർക്കുള്ള ഒരു സാക്ഷ്യമായും മാറണം. നമ്മുടെ ആഘോഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാകണം. ഒരു ദരിദ്രൻ ഓർമ്മിക്കപ്പെടുമ്പോൾ, ഒരു ഏകാന്തനായ മനുഷ്യന് കൂട്ടായ്മ ലഭിക്കുമ്പോൾ, ഒരു വിശപ്പുള്ളവന് ഭക്ഷണം ലഭിക്കുമ്പോൾ, ഒരു രോഗിക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ, ഒരു തകർന്ന ബന്ധത്തിൽ സമാധാനമുണ്ടാകുമ്പോൾ, അവിടെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ദൃശ്യമായി മാറുന്നത്. ആഘോഷം അപ്പോൾ വിനോദത്തിൽ നിന്ന് ശുശ്രൂഷയിലേക്കും ആചാരത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും ഉയരുന്നു. അവസാനമായി ഓണത്തെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ സമീപിക്കുമ്പോൾ അതൊരു മതപരമായ ഉത്സവത്തെ മറ്റൊരു മതപരമായ ഉത്സവവുമായി താരതമ്യം ചെയ്യുന്നതായി കാണേണ്ടതില്ല. മറിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനി തൻ്റെ വിശ്വാസത്തെ എങ്ങനെ സ്നേഹത്തോടും വിവേകത്തോടും സാക്ഷ്യത്തോടും കൂടി ജീവിക്കുന്നു എന്നതാണ് പ്രധാന ചോദ്യം. ക്രിസ്തീയ വിശ്വാസം നമ്മെ സംസ്കാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല. സംസ്കാരത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹവും നീതിയും കരുണയും പ്രകടമാക്കാൻ വിളിക്കുന്നു. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ഓണം ഒരു ദിവസത്തെ ആഘോഷത്തിൽ ഒതുങ്ങാതെ ഒരു ആത്മീയ പ്രഖ്യാപനമായി മാറണം. ദൈവം നൽകിയതിൽ നന്ദിയുള്ളവനായിരിക്കുക, ലഭിച്ചതിൽ നിന്ന് പങ്കുവെക്കുക, ദുർബലരെ ഓർക്കുക, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക, സമൂഹത്തിൽ നീതിയും സ്നേഹവും വളർത്തുക, ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. ഓണം നമ്മെ വിളവിനെയും
സമൃദ്ധിയെയും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മെ കൃപയെയും പങ്കുവെക്കലിനെയും പഠിപ്പിക്കുന്നു. ഓണം നമ്മെ കുടുംബത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. ഓണം ആഘോഷിക്കാൻ പഠിപ്പിക്കുന്നു. ക്രിസ്തു സേവിക്കാൻ പഠിപ്പിക്കുന്നു. ഓണം നന്ദി പറയാനുള്ള അവസരം നൽകുന്നു. ക്രിസ്തു നന്ദിയുള്ള ഒരു ജീവിതം നയിക്കാൻ പഠിപ്പിക്കുന്നു. നന്ദിയോടെ സ്വീകരിക്കുക, സ്നേഹത്തോടെ പങ്കിടുക, കരുണയോടെ സേവിക്കുക, ക്രിസ്തുവിൽ ജീവിക്കുക. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ആഘോഷം. എല്ലാവർക്കും എല്ലാ നന്മകളും ഈ ഒരു ഓണ ദിവസത്തിൽ നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.